മണി 4 അനിതേ, നീ ചെന്ന് കുട്ടികളെ വിളിച്ചുണർത്താൻ നോക്ക്. കുളിച്ചൊന്ന് അമ്പലത്തിൽ പോയി തൊഴുതിട്ട് വേണ്ടേ ഒരുങ്ങാനൊക്കെ. ഇനിയും താമസിച്ചാൽ എങ്ങനെയാ? പോയി പിള്ളേരെ എഴുന്നേൽപ്പിക്ക്. കൂട്ടത്തിൽ സേതുവിനെയും. വെളുപ്പിനെ ഒരു ഗ്ലാസ് ചായ എടുത്ത് അനിതയുടെ കയ്യിൽ കൊടുത്ത് ജാനുവമ്മ പറഞ്ഞതും അനിത ആ ചായയുമായി സേതുവിന്റെ മുറിയിലേക്ക് നടന്നു. ചാരിയിട്ടിരുന്ന വാതിൽ തുറന്നതും കണ്ടു ഉറങ്ങുന്ന 3 പേരെ. കട്ടിലിന്റെ ഹെഡ്സെറ്റിൽ ചാരിയിരുന്ന് ഉറങ്ങുന്ന സേതുവിന്റെ ഇരുവശത്തുമായി കിടന്ന് അയാളുടെ നെഞ്ചിൽ തലവച്ച് ഉറങ്ങുകയാണ് ശിവയും ചൈത്രയും. അച്ഛന്റെ ചൂടുപറ്റി കിടക്കുന്ന മക്കളെ കാണെ ഒരു നിമിഷം അനിതയുടെ കണ്ണുകളിൽ സന്തോഷത്തിന്റെ നീർത്തുള്ളി പൊടിഞ്ഞു. ആഹാ, നല്ല ആൾക്കാരാ. തണുപ്പും പിടിച്ച് സുഖം ഉറക്കല്ലേ. എഴുന്നേറ്റേ, മതി ഉറങ്ങിയ. ഇന്ന് കല്യാണമാണെന്ന് മറന്നോ? അവരുടെ അടുത്തേക്ക് നടന്നു ചെന്ന് ശിവയെയും ചൈത്രയെയും തട്ടി വിളിക്കാൻ തുടങ്ങി അനിത. ഇച്ചിരി നേരം കൂടെ അനിതാമ്മേ. കണ്ണുകൾ തുറക്കാതെ സേതുവിന്റെ നെഞ്ചിലേക്ക് ഒന്നുകൂടെ മുഖം പൂഴ്ത്തി ശിവ ഉറക്കച്ചടവോടെ പറഞ്ഞു. അപ്പോഴേക്കും ചൈത്രയും സേതുവും എഴുന്നേറ്റിരുന്നു. ദേ പെണ്ണെ, ചിണുങ്ങാതെ എഴുന്നേറ്റോ, ഇല്ലേ തലയിൽ കൂടെ വെള്ളം കൊട്ടും ഞാൻ. ശിവയുടെ പുറത്തിട്ട് ചെറുതായി ഒരടി കൊടുത്ത് അനിത ദേഷ്യപ്പെട്ടതും ചുണ്ടു ചുളുക്കി ശിവ എഴുന്നേറ്റു. ചൈത്രേ, മോളെ വാ, കുളിച്ച് റെഡിയാക്. നമുക്ക് അമ്പലത്തിൽ പോയിട്ട് വേഗം വരാം. അതെന്തിനാ അനിതാമ്മേ? കല്യാണം അമ്പലത്തിൽ വെച്ചല്ലേ, പിന്നെ എന്തിനാ ഇപ്പൊ പോകുന്നേ? പ്രാർത്ഥിച്ച് അനുഗ്രഹം വാങ്ങാനാണേൽ എന്റെ ദൈവം ഇവിടെയാ ഉള്ളത്. എനിക്കത് മതി. അനിത ചോദിച്ചതിന് മറുപടി പറഞ്ഞു ചൈത്ര തന്റെ അടുത്തിരിക്കുന്ന സേതുവിനെ നോക്കി. മോള് ചെല്ല്, പോയി കുളിച്ചൊരുങ്ങ്. സേതു വാത്സല്യത്തോടെ അവളുടെ നെറുകയിൽ തലോടിയതും ചിത്തു ഒന്ന് മൂളിക്കൊണ്ട് എഴുന്നേറ്റ് അനിതയ്ക്കൊപ്പം പോയി. ചിത്തുവിന്റെ മുഖത്തും ഒരു തെളിച്ചവുമില്ല. പുറത്തേക്ക് പോയവളെ നോക്കിക്കൊണ്ട് സേതു പറഞ്ഞു. അവൾ ഒരാളുടെ സമ്മതത്തിന്റെ പുറത്താ ഞാൻ ഈ കല്യാണം നടത്തുന്നേ. ഇല്ലേൽ എന്റെ കൊച്ച് ഇങ്ങനെ മനപ്രയാസം അനുഭവിക്കാൻ അനുവദിക്കില്ലായിരുന്നു ഞാൻ, സേതു പറഞ്ഞു. എല്ലാം ശരിയാകും അച്ഛേ, കുറച്ച് സമയം കൊടുക്ക അവൾക്ക്. ഈ തീരുമാനം തെറ്റില്ലെന്ന് അവൾക്ക് പതിയെ മനസ്സിലാവും. ശിവ അയാളുടെ കയ്യിൽ പിടിമുറുക്കിക്കൊണ്ട് പറഞ്ഞു. അയാൾ ഒരു ദീർഘനിശ്വാസത്തോടെ തലയാട്ടി. വൈഭവ് അനിയുടെ മുറിയിലേക്ക് എത്തുമ്പോൾ മുൻപിലുള്ള കണ്ണാടിയിൽ തന്നെ നോക്കിക്കൊണ്ട് ബെഡിലിരിക്കുന്ന അനിയെയാണ് കണ്ടേ. ആഹാ, അത് കൊള്ളാം. റൂം ഇവിടെ കണ്ണാടിയിൽ നോക്കി ഭംഗി ആസ്വദിക്കുകയാണോ? മതിയാക്കി, എഴുന്നേറ്റ് റെഡിയാകും. വൈഭവ് അവനടുത്തേക്ക് നടന്നു ചെന്നു. അനി ഒന്ന് എഴുന്നേറ്റ് നിന്നു. എന്താ ഏട്ടാ, പേടിയാണോ? അനിയുടെ മുഖം കണ്ട് കളിയായി ചോദിച്ചു വൈഭവ്. പേടിക്കണമല്ലോ വിച്ചു. തെറ്റ് ചെയ്തവൻ എന്നും ഇരുട്ടിൽ തപ്പുമെന്ന് കേട്ടിട്ടില്ലേ നീ? ചൈത്രയുടെ മുന്നിൽ പോയി നേരെ നിൽക്കാൻ തന്നെ ഭയമാ എനിക്ക്. അവൾ ഒരിക്കലും എനിക്ക് മാപ്പ് നൽകില്ലെന്ന് അറിയാം. അതുപോലെ അവളിപ്പോൾ എന്റെ താലിക്ക് കഴുത്ത് നീട്ടുന്നതും ശിവയ്ക്ക് വേണ്ടിയാവും അല്ലേടാ? മങ്ങിയ ചിരിയോടെ ചോദിക്കുന്നവനെ കണ്ടപ്പോൾ എന്തു പറയണമെന്നറിയാതെ വൈഭവ് ഒന്നും മടിച്ചു. പാസ്റ്റ് ഈസ് പാസ്റ്റ് എന്ന് പറയണമെന്ന്. സ്റ്റിൽ യു ഹാവ് ടു ഫേസ് ദി കോൺസിക്വൻസ് ഓഫ് വാട്ട് യു ഹാവ് ഡൺ. ദാറ്റ്സ് മാരേജ് ലൈഫ്. ട്രസ്റ്റ് മീ ബ്രോ. ഇനിയും ഒരുപാട് അനുഭവിക്കാൻ കിടക്കുന്നതേ ഉള്ളൂ. കെട്ടൊന്ന് കഴിയട്ടെ. അനിയുടെ മൂഡ് ചേഞ്ചാക്കാൻ എന്നോണം കളിയോടെ വൈഭവ് പറഞ്ഞതും അനിയുടെ ചുണ്ടിലും ഒരു പുഞ്ചിരി വിരിഞ്ഞു. വേഗം ഒരുങ്ങാൻ നോക്ക്, ഇല്ലേൽ ഇനി ഇങ്ങോട്ട് കയറി വരുന്നത് മുത്തശ്ശിയാവും. അനിയുടെ തോളിൽ തട്ടി പറഞ്ഞിട്ട് വൈഭവ് പോകാനായി തിരിഞ്ഞതും പിള്ളേർ എന്തിയടാ? അനി പിന്നിൽ നിന്ന് ചോദിച്ചു. എല്ലാം മുറിക്കകത്ത് തകർപ്പൻ പരിപാടിയാ. ആദിയുടെ ഒരുക്കം കണ്ടാ തോന്നും കല്യാണം അവന്റെയാണെന്ന്. ഒന്ന് തിരിഞ്ഞ് ചിരിയോടെ പറഞ്ഞിട്ട് വൈഭവ് പോയതും ഈ പിള്ളേര് എന്ന് പറഞ്ഞ് ചിരിച്ചുകൊണ്ട് അനി ബാത്റൂമിലേക്ക് കയറി. മോള് കല്യാണത്തിന് വരുന്നില്ലെന്ന് ഉറപ്പിച്ചോ? ഇല്ലച്ചാ, അത്യാവശ്യമായി ഹോസ്പിറ്റലിൽ പോണം. ഞാൻ റിസപ്ഷൻ എത്തിയേക്കാം. നരേന്ദ്രൻ ചോദിച്ചതിന് മീര മറുപടി പറഞ്ഞു. അനിയുടെ വിവാഹത്തിന് അമ്പലത്തിലേക്ക് പോകാനായി ഒരുങ്ങി ഇറങ്ങിയതാണ് അയാൾ. എങ്കിൽ അച്ഛൻ പൊക്കോ, ഞാനും റിസപ്ഷന് വന്നോളാം. ഒരുങ്ങി അങ്ങോട്ടേക്ക് വന്ന ആനന്ദ് പറഞ്ഞതും അയാൾ മകനെയും മരുമകളെയും ഒന്ന് നോക്കി. മീര പറയുന്നതിനൊപ്പം പോകാത്ത മകനിൽ നിന്നും ഇതേ പ്രതീക്ഷിക്കുന്നുള്ളൂ എന്ന പോലൊരു നോട്ടം. ശരി, എന്താണെന്ന് വെച്ചാൽ രണ്ടുപേരും ഇഷ്ടമുള്ളതുപോലെ ചെയ്. എനിക്ക് പോയല്ലേ പറ്റൂ. ഇരുവരെയും ഒന്ന് തറപ്പിച്ചു നോക്കി പറഞ്ഞിട്ട് നരേന്ദ്രൻ പുറത്തേക്ക് ഇറങ്ങി. ഛേ, ഒന്ന് അച്ഛനൊപ്പം പോകാമായിരുന്നു. ആനന്ദ് മീരയെ നോക്കി. ഞാൻ തടഞ്ഞില്ലല്ലോ ആനന്ദിനെ. പൊയ്ക്കോളാമല്ലായിരുന്നോ അച്ഛൻ്റെ കൂടെ? ആനന്ദ് പറഞ്ഞതിന് പുച്ഛത്തിൽ മറുപടി നൽകി മീര തന്റെ റൂമിലേക്ക് കയറിപ്പോയി. നേരെ മുറിയിൽ ചെന്ന് ഡോർ ലോക്ക് ചെയ്ത് കാർത്തികിന്റെ നമ്പർ ഡയൽ ചെയ്തു. ഹലോ കാർത്തിക്, ഞാൻ റിസപ്ഷനെ വരുന്നു എന്ന് പറഞ്ഞ് ഒഴിഞ്ഞിട്ടുണ്ട്. അവിടെ എല്ലാം ഓക്കെ അല്ലേ? ഇവിടെ എല്ലാം ഓക്കെ ആടോ. ഞങ്ങൾ അമ്പലത്തിലേക്ക് പോകാൻ ഇറങ്ങുക. വൈകിട്ട് താൻ ഇങ്ങ് എത്തിയാൽ മതി. എന്നാൽ ശരി കാർത്തിക്, എല്ലാം പറഞ്ഞതുപോലെ, ചിരിയോടെ പറഞ്ഞുകൊണ്ട് മീര കോൾ വെച്ചു. സേതുവൊക്കെയായിരുന്നു ക്ഷേത്രത്തിൽ ആദ്യം എത്തിയത്. നവസിലെ കുട്ടികളൊക്കെ ജാനുവമ്മയ്ക്കൊപ്പം ചുറ്റമ്പലത്തിന്റെ ഒരു ഭാഗത്തുണ്ട്. സേതുവും അനിതയും പൂജാരിക്കൊപ്പം ചെക്കൻ കൂട്ടരെയും കാത്തു നിൽക്കുകയാണ്. ശിവ ചൈത്രയ്ക്കൊപ്പമുണ്ട്. ശിവേ, അവരെത്തി. പെട്ടെന്ന് അവർ ഇരിക്കുന്ന മുറിയുടെ വെളിയിൽ വന്ന് അനിത പറഞ്ഞതും ശിവ ചൈത്രയെ ഒന്ന് നോക്കി. ഇതൊന്നും തന്നെ ബാധിക്കാത്തതാണ് എന്ന മട്ടിൽ ഇരിപ്പാണ് അവൾ. മുഖത്തൊരു ചിരി പോലുമില്ല. ചിത്തു, ഞാനിപ്പോ വരാമേ. ചൈത്രയോട് പറഞ്ഞിട്ട് ശിവ പുറത്തേക്ക് ഇറങ്ങി. അമ്പലത്തിനകത്തേക്ക് മുത്തശ്ശിയും മുത്തശ്ശനും കൂടെ മാധവനുമാണ് ആദ്യം കയറി വന്നത്. മാധവനെ കണ്ട ശിവയുടെ മുഖം ഒന്ന് തെളിഞ്ഞു.
അവർക്ക് പിറകെ അപ്പുവും ആരതിയും ഒന്നിച്ചു വന്നു. രണ്ടുപേരും ഒരേ ഡിസൈൻ വെവ്വേറെ കളറിലുള്ള ധാവണിയാണ് വേഷം. ശിവയുടെ കണ്ണുകൾ വീണ്ടും അമ്പലമുറ്റത്തേക്ക് പതിച്ചു. തേടുന്ന ആളെ കാണണമല്ലോ. അപ്പോഴാണ് വൈഭവിന്റെ ബ്ലാക്ക് മെഴ്സിഡസ് വന്നു നിന്നത്. അതിന്റെ ഡ്രൈവിംഗ് സൈഡിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങിയവനെ കണ്ടതും അവളുടെ ഉണ്ട കണ്ണുകൾ തെളിവോടെ ഒന്ന് മിഴിഞ്ഞു. റെഡ് കളർ ഷർട്ടും വീതിയുള്ള കസവിന്റെ മുണ്ടും അണിഞ്ഞു നിൽക്കുന്ന മാണിക്യമംഗലത്തെ താന്നോന്നി. തികട്ടി വന്ന സന്തോഷത്തോടെ ശിവ തന്റെ സാരി ഒന്ന് നോക്കി. റെഡ് കളർ കാഞ്ചീപുരം പട്ടുസാരിയാണ് അവളുടെ. അച്ഛൻ വാങ്ങി തന്നത്. ഓഹോ, അപ്പോ അമ്മായിയച്ഛനും മരുമോനും ഒന്നിച്ചുള്ള പരിപാടിയാണല്ലേ ഇത്? കാണിച്ചു തരാം ഞാൻ, കുറുമ്പോടെ പറഞ്ഞുകൊണ്ട് ശിവ തന്റെ കൈകളിൽ കിടക്കുന്ന വൈഭവ് തന്ന വളകൾ ഒന്ന് നോക്കി. എന്നിട്ട് ആ 4 വളകളും കയ്യിൽ നിന്ന് ഊരി ഒളിപ്പിച്ചു പിടിച്ചു. ചുണ്ടിൽ വിരിഞ്ഞ വക്രച്ചിരിയോടെ വൈഭവിനെ ഒന്നുകൂടി നോക്കിയിട്ട് തിരികെ ചൈത്രയ്ക്കടുത്തേക്ക് തന്നെ പോയി. പടി കയറി അമ്പലത്തിനകത്തേക്ക് വന്ന വൈഭവിനെ കണ്ട സേതുവിന്റെ കണ്ണുകൾ ഒന്നും മിന്നി. ആ ഷർട്ട് വാങ്ങിക്കൊടുക്കുമ്പോൾ അവനത് അണിയുമോ എന്ന സംശയമുണ്ടായിരുന്നു. ചിരിയോടെ വൈഭവിനെ നോക്കി. അവന്റെ കൂടെ വരുന്ന അനിയുടെ മുഖത്തേക്ക് കണ്ണുകൾ പോയതും സേതുവിന്റെ മുഖം വാടി. പറ്റുന്നില്ല, ഇപ്പോഴും അനിയെ മുഴുവനായി അംഗീകരിക്കാനാവുന്നില്ല. അയാളുടെ ഉള്ളും ഒഴിഞ്ഞു. സേതുവിന്റെ മുഖത്തെ ഇഷ്ടമില്ലായ്മ വൈഭവിനും അനിക്കും മനസ്സിലായി. അനിയുടെ മുഖം വേദനയോടെ താന്നു. എന്റെ ദൈവമേ, ആരാണാവോ ഈ മുണ്ട് കണ്ടുപിടിച്ചത്? അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല, പിടിച്ചിട്ട് നിൽക്കുന്നുമില്ല, നാശം. കാറിൽ നിന്ന് ഇറങ്ങിയതും അരയിൽ നിന്ന് വഴുതി പോകുന്ന മുണ്ട് മുറുക്കി കൊടുത്തുകൊണ്ട് ദേഷ്യത്തിൽ ആദി പറഞ്ഞു. ഒരു പച്ച കളർ ഷർട്ടും പച്ച ഗോൾഡ് കരയും ചേർന്ന് മുണ്ടുമാണ് അവൻ ഉടുത്തേ. ചെക്കൻ എത്ര ശരിക്ക് കൊടുത്തിട്ടും അവന്റെ മുണ്ട് നിൽക്കുന്നില്ലായിരുന്നു. ഡാ, നിനക്കൊരു ബെൽറ്റ് കെട്ടാൻ മേലായിരുന്നോ? കാർ ലോക്കാക്കി അവനൊപ്പം നടന്ന സിദ്ധു ചോദിച്ചു. ഏയ്, ബെൽറ്റൊന്നും വേണ്ട, അതൊക്കെ പിള്ളേരിടുന്നതാ. ഞാനേ ഇപ്പോൾ അത്യാവശ്യം പ്രായപൂർത്തിയായതാ. എനിക്ക് കുഞ്ഞു പിള്ളേരെ പോലെ ബെൽറ്റിന്റെ ഒന്നും ആവശ്യമില്ല. ഇപ്പോഴേ അവളെന്നെ കൊച്ചായിട്ടാ കാണുന്നേ. ഇനി അതുകൂടെ ഇട്ടിട്ട് വേണം പൂർത്തിയാവാൻ. സിദ്ധുവിനോട് ആദ്യം ഉച്ചത്തിലും അവസാനത്തെ വാക്കുകൾ പയ്യെയും ചെക്കൻ പറഞ്ഞു. ആരുടെ കാര്യമാടാ നീ പറയുന്നേ? അത് ആരുടെയും എന്നങ്ങനെ പ്രത്യേകിച്ച് പറഞ്ഞതല്ല, മൊത്തത്തിൽ എല്ലാവരുടെയും കാര്യം പറഞ്ഞതാ. ഓ, ഇനി അതിൽ കിടന്ന് തൂങ്ങാതെ വേഗം വാ, ഇല്ലേ അവിടെ ഇപ്പോൾ കെട്ട് കഴിയും. സിദ്ധു ചോദിച്ചതിന് ഒരു തപ്പലോടെ മറുപടി പറഞ്ഞവൻ വേഗത്തിൽ മുന്നോട്ട് നടന്നു. ആ കുരുപ്പിന്റെ അല്ലേ ആങ്ങളാ? ഇവനും കയ്യിൽ നിന്ന് പോയെന്നാ തോന്നുന്നേ. മുണ്ട് മുറുക്കി പിടിച്ചോണ്ട് ഓടുന്നവനെ കാണി ചിരിയോടെ പറഞ്ഞു സിന്ധു. അമ്പലനടയ്ക്ക് മുന്നിൽ ചെറുതായി ഒരുക്കിയ ആ പന്തലിൽ കയറി ഇരിക്കുമ്പോൾ അനിയുടെ നെഞ്ചിൽ 1000 പഞ്ചവാദ്യങ്ങൾ ഒന്നിച്ച് മുഴങ്ങും പോലെ മുരിപ്പായിരുന്നു. ഏട്ടാ, വൈഭവ് തോളിൽ തട്ടി വിളിച്ചതും തല കുനിച്ചിരുന്ന അവൻ നേരെ നോക്കി. അപ്പോൾ കണ്ടു തന്നിലേക്ക് നടന്നു വരുന്നവളെ. പച്ചയും ഗോൾഡും കലർന്ന കസവിന്റെ സെറ്റും കൊണ്ടുമാണ് വേഷം. ഒരു ചെറിയ മാങ്ങാമാലയും അതിന് ചേർന്ന ജിമിക്കിയും കൂടെ ഇരു കൈകളുമായി 4 വളകളുമാണ് അണിഞ്ഞിരിക്കുന്നത്. ചുണ്ടിൽ ഒരു തരി ചിരി പോലും ഇല്ലാതെ താഴേക്ക് നോക്കി ഒരു പാവ കണക്കെ ശിവയുടെ കയ്യിൽ പിടിച്ചു വരുന്നവളെ കാണെ അവന്റെ ഉള്ളം വീണ്ടും വേദനിക്കാൻ തുടങ്ങി. അനിക്ക് അടുത്തു നിന്ന വൈഭവിന്റെ നോട്ടവും അവന്റെ പെണ്ണിൽ തന്നെയായിരുന്നു. ചെഞ്ചുവപ്പ് പട്ടിൽ തൂവെള്ള നിറമുള്ള അവളുടെ മേനിയുടെ സൗന്ദര്യം ഒന്നുകൂടി എടുത്തു നിൽക്കുന്നതായി തോന്നി അവന്. കഴുത്തിൽ നേർത്ത ഒരു പാലക്കാമാലയുടെ കൂടെ നീളത്തിൽ കിടക്കുന്ന തന്റെ താലിയും കാതിലെ പച്ചക്കൽ ജിമിക്കും കൂടെ മാറ്റുകൂട്ടാൻ എന്നോണം മൂക്കിലെ കുഞ്ഞിക്കൽ മൂക്കുത്തിയും തിളക്കമാർന്ന അവന്റെ പൂച്ചക്കണ്ണുകൾ ശിവയിലൂടെ ഓടി നടന്നു. ഒടുവിൽ അവളുടെ കൈകളിലേക്ക് അവന്റെ നോട്ടമെത്തിയതും അവന്റെ മുഖം വാടി. ചുവന്ന കുപ്പികളുകൾ മാത്രം ഇട്ടിരിക്കുന്ന പെണ്ണിന്റെ കൈകൾ കാണെ വല്ലാത്ത നിരാശയും ദേഷ്യവും അവനിൽ ഉടലെടുത്തു. ചിത്തുവിനെ ചേർത്ത് പിടിച്ച് നടക്കുമ്പോൾ ശിവയും കാണുന്നുണ്ടായിരുന്നു മുന്നിൽ നിൽക്കുന്നവന്റെ മുഖത്തൂടെ വിരിഞ്ഞ ഭാവങ്ങൾ. ആദ്യത്തെ സന്തോഷവും ഇപ്പോൾ വലിഞ്ഞു മുറുകി തുടങ്ങുന്ന ആ മുഖത്തെ ദേഷ്യവും എന്താണെന്ന് അവൾക്ക് മനസ്സിലായിരുന്നു. അത് കാണെ പെണ്ണിന്റെ ചുണ്ടിൽ കുറുമ്പ് നിറഞ്ഞു. നരേന്ദ്രനും വിദ്യയും സുരേഷും ഒന്നിച്ചാണ് അമ്പലത്തിലേക്ക് വന്നേ. മാണിക്യമംഗലത്ത് നിന്നും വേറെ ആരും വന്നില്ല. വൃന്ദ പിണക്കത്തിലാണ്. ഉള്ളവർ മതി എന്ന് മുത്തശ്ശിക്ക് തോന്നി. അനുഗ്രഹം വാങ്ങി കുട്ടി കയറിയിരുന്നോളുക, തിരുമേനി പറഞ്ഞതും ചൈത്ര സേതുവിനെ നോക്കി. നിറചിരിയോടെ അവളുടെ നെറുകിൽ ചുംബിച്ചു അയാൾ. ആ മനുഷ്യന്റെ കാലിൽ വീഴുമ്പോൾ അച്ഛനുപരി ദൈവതുല്യനായിരുന്നു ചൈത്രയ്ക്ക്. സേതുവിന്റെ കയ്യിൽ പിടിമുറുക്കി മണ്ഡപത്തിലേക്ക് കയറിയിരുന്നു ശിവ അവളുടെ സാരിത്തുമ്പെല്ലാം ഒതുക്കി ശരിയാക്കി കൊടുത്തിട്ട് അവിടുന്ന് മാറിയതും. ശിവ, മോള് നിന്നോ അവിടെ? അനിയുടെ പെങ്ങളുടെ സ്ഥാനം മോൾക്കുള്ളതാ. ഏയ് വേണ്ട മുത്തശ്ശി, അപ്പൂട്ടി ഉണ്ടല്ലോ ഇവിടെ, അവൾ നിൽക്കട്ടെ. മുത്തശ്ശി പറഞ്ഞതിനെ ചിരിയോടെ എതിർത്തുകൊണ്ട് ശിവ അവിടുന്ന് മാറി. കേൾക്കാൻ നോക്കിയിരുന്നതുപോലെ അപ്പു ഓടി ചൈത്രയ്ക്ക് പിറകിൽ വന്ന് നിന്ന് പെട്ടെന്ന് ശിവയുടെ കൈക്ക് പിടുത്തം വീണു. തിരിഞ്ഞവൾ നോക്കുന്ന സമയം കൊണ്ട് വൈഭവ് അവളെ പിടിച്ച് തൻ്റെ അടുത്തേക്ക് ചേർത്ത് നിർത്തി. ഡോക്ടറെ, എൻ്റെ കയ്യിൽ നിന്ന് വിട്ടേ. അവൾ അടുത്ത് നിൽക്കുന്നവനെ നോക്കി പയ്യെ ചോദിച്ചു. അവിടെ നിന്നാൽ മതി, കടിപ്പിച്ചു അവൻ പറഞ്ഞു. പിന്നെ നിങ്ങളെന്ന് ആജ്ഞാപിച്ചാൽ ഞാൻ ചെയ്യുമല്ലേ? നടക്കില്ല, ചുണ്ടുകൂട്ടി പുച്ഛത്തോടെ പറഞ്ഞു ശിവ. പറഞ്ഞാൽ അനുസരിക്കില്ലെന്നറിയാം. തലയൊന്ന് ചരിച്ച് അവളെ കൂർപ്പിച്ചു നോക്കി പറയുന്നതിനൊപ്പം അവൻ്റെ നോട്ടം പോയത് അവളുടെ കൈകളിലേക്ക് കൂടിയാണ്.
പറയുന്നത് അനുസരിക്കണമെങ്കിലേ പറയേണ്ടതുപോലെ പറയണം. ആജ്ഞാപിക്കുന്നത് പോലെ ഇതിടണം, അവിടെ തന്നെ നിൽക്കണം എന്നൊക്കെ പറഞ്ഞാൽ എൻ്റെ പട്ടി കേൾക്കും. മനസ്സിലായോ? വാശി നിങ്ങൾക്ക് മാത്രമല്ല, എനിക്കും ആവശ്യത്തിനുണ്ട്. ഞാൻ വൈഭവ് മഹേന്ദ്രവർമ്മയുടെ ഭാര്യയാ. ശബ്ദം താഴ്ത്തി അവനെ നോക്കി ദേഷ്യത്തിൽ പറഞ്ഞു പെണ്ണ്. ഓഹോ, അപ്പോ അതാണ് ഞാൻ തന്ന ആ വളകൾ ഇടാതിരുന്നത് അല്ലേ? തൻ്റെ വലത്തെ പിരികം ഒന്ന് പൊക്കി അവൻ ചോദിക്കവേ ഇരു കൈകളും മാറോട് കെട്ടി അതേ എന്ന് തലയാട്ടി ശിവ. ഓക്കെ ഫൈൻ. താനിപ്പോ അവിടെ പോയി നിൽക്കാൻ ഞാൻ എന്തു ചെയ്യണം? പെണ്ണ് ഒരു നടയ്ക്ക് പോകുന്ന ലക്ഷണമില്ലെന്ന് മനസ്സിലാവാൻ ചോദിച്ചത്. സിമ്പിൾ. ദാ ഇത് ആ കൈ കൊണ്ട് എൻ്റെ കൈകളിൽ ഇട്ടു തരണം. പറ്റുമോ? കൈകളിൽ ഒളിപ്പിച്ചു പിടിച്ച വളകൾ അവന് നേരെ നീട്ടി. ചുണ്ടിൽ വരുന്ന കുസൃതി ചിരിയോടെ അവൾ പറഞ്ഞതും വൈഫിന്റെ ചുണ്ടുകൾ ഒന്ന് വിടർന്നു. ദേ തിരുമേനി, പൂജ തുടങ്ങി. ഇനി അധികം സമയമില്ല കേട്ടോ താലികെട്ടിന്. ഞാൻ നിൽക്കണോ വേണ്ടയോ? വീണ്ടും കുറുമ്പ് നിറഞ്ഞ ചിരിയോടെ തൻ്റെ കൈകൾ പൊക്കിക്കാണിച്ച് അവൾ ചോദിച്ചതും. എനിക്കിത് ഏത് നേരത്താണോ? ഇങ്ങോട്ട് താ. അടുത്ത നിമിഷം വായിൽ വന്ന ചീത്ത ഇംഗ്ലീഷിൽ പറഞ്ഞുകൊണ്ട് അവളുടെ കയ്യിൽ നിന്ന് വളകൾ വാങ്ങി. എന്നിട്ട് ശിവയുടെ കൈ പിടിച്ച് അവളുടെ ഓരോ കൈകളിലും രണ്ടെണ്ണം വീതം ഇടാൻ തുടങ്ങി. അമ്പട കടുവേ, അപ്പോൾ ചെയ്യാൻ അറിയാം. മനസ്സിൽ ഇഷ്ടം വെച്ചിട്ട് ഒന്നും പറയില്ല. അപ്പോൾ ആറ്റിറ്റ്യൂഡ് മഹാരാജാവാകും. എന്നിട്ട് ഞാൻ തന്നെ എല്ലാം ചെയ്തോണം അല്ലേ കടുവേ? ഇനി അത് വേണ്ട മോനെ, തനിക്കിട്ട് ഞാൻ വെച്ചിട്ടുണ്ടടാ. വരട്ടെ. ദേഷ്യത്തിൽ വളയിട്ട് തരുന്നവനെ നോക്കി കുറുമ്പോടെ മനസ്സിൽ പറഞ്ഞു ശിവ. ഇനി കെട്ടിലമ്മയ്ക്ക് പോകാമല്ലോ. പിന്നെന്താ, എൻ്റെ ഭർത്താവ് പറയുമ്പോൾ ഞാൻ അനുസരിക്കണ്ടേ? ഗൗരവത്തിൽ നിൽക്കുന്നവനെ നോക്കി കളിയോടെ പറഞ്ഞിട്ട് ശിവ മണ്ഡപത്തിനടുത്തേക്ക് പോയി. അപ്പോഴേക്കും അത്രയും നേരം പിടിച്ചു വെച്ച ചിരി വൈഫവിൻ്റെ ചുണ്ടിൽ നിന്ന് വെളിയിൽ വന്നു. പെട്ടെന്ന് തന്നെ വേറെ ആരും കാണാതെ അത് മറയ്ക്കാനും അവൻ മറന്നില്ല. താലി കെട്ടിക്കോളൂ. തിരുമേനി പറഞ്ഞതും കയ്യിൽ പിടിച്ചിരിക്കുന്ന താലിയിലേക്കും അടുത്തിരിക്കുന്ന പെണ്ണിലേക്കും ഒന്ന് നോക്കി അനി. അറിയാതെ പോലും തന്നിലേക്ക് ഒരു നോട്ടം പോലും വീഴാതെ ഇരിക്കുന്നവളെ കാണി ഉള്ളു പൊള്ളി. ഒരു ദീർഘനിശ്വാസം എടുത്തിട്ട് അവൻ ആ താലി അവളുടെ കഴുത്തിലേക്ക് കെട്ടി. തൻ്റെ പെണ്ണ് തനിക്ക് മാപ്പ് നൽകി അവളുമായി ഇനിയൊരു ആയുഷ്കാലം സന്തോഷമായി ജീവിക്കണേ എന്ന് ഉള്ളിൽ പ്രാർത്ഥിച്ചുകൊണ്ട്. അപ്പോൾ നിശ്ചലമായി ഒഴുകുന്ന പുഴ പോലെ ഇരുന്ന ചൈത്രയുടെ മനസ്സിൽ ആ താലി വീഴുമ്പോൾ ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ. ശിവയ്ക്ക് വേണ്ടി, എൻ്റെ ശിവയ്ക്ക് വേണ്ടി മാത്രം. മഹേട്ടാ. സൗദാമനുടെ വിളി കേട്ട് മുറിയിൽ ചാരുകസയിൽ ഇരുന്ന മഹേന്ദ്രൻ തലചരിച്ചൊന്ന് നോക്കി. താലികെട്ട് കഴിഞ്ഞു. കുട്ടികൾ ഇങ്ങെത്താറായി. അവരെ ആരതി ഒഴിഞ്ഞു കയറ്റാൻ ഞാൻ പോവുക. ഏട്ടൻ വരുന്നോ കുട്ടികളെ സ്വീകരിക്കാൻ? സുധേ, അത് ഞാൻ വേണ്ട, വരുന്നില്ല എന്ന് കഷ്ടപ്പെട്ട് പറയണ്ട. എന്തൊക്കെയായാലും ഞാൻ പോവും. എൻ്റെ ഉണ്ണിയെയും ശിവമോളെയും കൈപിടിച്ച് കയറ്റാൻ നിനക്ക് ഭാഗ്യം കിട്ടിയില്ല. അനിയുടെ കാര്യത്തിലെങ്കിലും എനിക്കത് വേണം. നിറഞ്ഞൊഴുങ്ങാൻ തുടങ്ങിയ കണ്ണുകൾ വാശിയോടെ തൂത്ത് കളഞ്ഞിട്ട് സൗദാമിനി തിരിഞ്ഞു നടന്നു. മഹിയിൽ കുറ്റബോധമേറി. വാമി, ദേ അവർ എത്തി. ഗേറ്റ് കിടന്ന് അകത്തേക്ക് വരുന്ന കാറുകൾ കണ്ട് സന്തോഷത്തോടെ സൗദാമിനി വിളിച്ചു പറഞ്ഞു. അത് കേട്ട വാമികയും ലതയും പൂജാമുറിയിൽ നിന്ന് ഹാളിലെത്തി. കെട്ട് കഴിഞ്ഞ് വരുന്നവരെ സ്വീകരിക്കാൻ വേണ്ടി ലത അമ്പലത്തിലേക്ക് വരാതെ വീട്ടിൽ തന്നെ നിൽക്കുമായിരുന്നു. വൈഭവിൻ്റെ ഓർഡറാണത്. വിദ്യയ്ക്ക് അടുക്കാത്തത് കൊണ്ട് തന്നെ അപ്പമ്മയ്ക്ക് കൊണ്ട് ഒറ്റയ്ക്ക് കൂട്ടിയാൽ കൂടില്ലെന്ന് അവനറിയാം. വാമി, സുധേ, വാ, നമുക്ക് ആരതിയും വിളക്കുമെല്ലാം എടുക്കാം. ലത പറഞ്ഞത് കേട്ട് മൂവരും വേഗം പൂജാമുറിയിലേക്ക് പോയി. അവിടെ തയ്യാറാക്കി വെച്ചിരുന്ന വിളക്കും താലവുമൊക്കെ എടുത്തു. ആദ്യം വന്ന കാറിൽ നിന്ന് മുത്തശ്ശനും മുത്തശ്ശിയും ഇറങ്ങി. അവർക്ക് പിറകെ സിദ്ധുവിൻ്റെ കാറായിരുന്നു. അതിൽ അവനൊപ്പം പിള്ളേർ മൂവർ സംഘമായിരുന്നു. അവരുടെ പിറകിലായി വൈഫവിൻ്റെ മെഴ്സിഡീസ്. ചിത്തു. ശിവയുടെ വിളി കേട്ടതും സീറ്റിൽ ചാരി കണ്ണുകൾ അടച്ചു കിടന്ന ചൈത്ര ഞെട്ടി ഉണർന്നു. അപ്പോഴാണ് മാണിക്യമംഗലത്ത് എത്തിയ കാര്യം അവൾ അറിഞ്ഞത്. തലയൊന്ന് ചരിച്ചു നോക്കിയതും കണ്ടു ഡോർ തുറന്ന് തനിക്ക് നേരെ കൈനീട്ടി പിടിച്ചു നിൽക്കുന്നവളെ. ശിവയുടെ കൈക്ക് പിടിച്ചു ചൈത്ര ആ മുറ്റത്തേക്ക് ഇറങ്ങി. ഉള്ളു വല്ലാതെ തിളയ്ക്കുന്നുണ്ട്. എങ്കിലും ആശ്വാസം പോലെ കൈപ്പിടി മുറുക്കിയവളുടെ ബലത്തിൽ ചൈത്ര മുന്നിലേക്ക് നടന്നു. അകത്തേക്ക് കയറിയ മുത്തശ്ശി വാമിയുടെ കയ്യിൽ നിന്ന് വിളക്ക് വാങ്ങിയത് വാമി കുറച്ച് അകത്തേക്ക് മാറി അങ്ങ് നിന്നു. സൗദാമിനിയും ലതയും മുത്തശ്ശിക്ക് അരികിലേക്ക് ചേർന്ന് നിന്നു. ഒന്ന് ആരതി ഒഴിയണം, മക്കൾ ചേർന്ന് നിൽക്ക്. പുഞ്ചിരിയോടെ മുത്തശ്ശി പറഞ്ഞതും അനി തൻ്റെ വലത്തുഭാഗത്ത് നിൽക്കുന്നവളെ ഒന്ന് നോക്കി. തലയൊന്ന് ഉയർത്തിപ്പോലും നോക്കാതെ ശിവയുടെ കൈപ്പിടി മുറുക്കി നിൽക്കുവാണ് അവൾ. അവളോടൊന്നും മിണ്ടാൻ പോലും ആവാതെ അനിയുടെ വാ നിശ്ചലമായി. ഒന്നും മിണ്ടാതെ ഉമ്മാർ നടയ്ക്ക് മുന്നിലേക്ക് അനി നീങ്ങി നിന്നതും ശിവ ചിത്തുവിനെ കയ്യിൽ മുറുകെ പിടിച്ചുകൊണ്ട് തന്നെ അവളെയും അവിടേക്ക് മാറ്റി നിർത്തി. എന്നിട്ട് അവളുടെ കൈവിട്ട് അനിക്കും ചൈത്രയ്ക്കും പിറകിലായി നിന്നു. വൈഫവും ശിവയ്ക്കും അടുത്തേക്ക് നിന്നു. കുട്ടികളും സിദ്ധുവും ഇതെല്ലാം കണ്ട് ചിരിയോടെ സൈഡിലായി നിൽപ്പുണ്ട്. സൗദാമിനി, നീ ആരതി ഒഴിഞ്ഞോളൂ. മുത്തശ്ശി പറഞ്ഞത് കേട്ടതും സൗദാമിനി സന്തോഷത്തോടെ ലതയുടെ കയ്യിലിരുന്ന ആരതി കയ്യിലേക്ക് വാങ്ങി. അവർ ഒത്തിരി ആഗ്രഹിച്ചതായിരുന്നു അത്. സൗദാമിനി ആരതിയുമായി മുന്നോട്ട് വരുന്ന കണ്ട വൈഫുവിൻ്റെ മുഖം വലിഞ്ഞു മുറുകി. അവൻ ദേഷ്യത്തോടെ എന്തോ പറയാനായി ആഞ്ഞതും ശിവ വേഗം അവൻ്റെ കൈക്ക് കയറി പിടിച്ചു നിർത്തി. അവൻ ദേഷ്യത്തോടെ അവളെ നോക്കി. പ്ലീസ് ഡോക്ടറെ, വെറുതെ ഒരു സ്ക്രീൻ ക്രിയേറ്റ് ചെയ്ത്
വലിയേട്ടൻ്റെയും ചിത്തുവിൻ്റെയും നല്ല ദിവസം ചീത്തയാക്കരുത്. അവനെ നോക്കി കണ്ണുരുട്ടി പെണ്ണ് ദേഷ്യത്തിൽ പതിയെ പറഞ്ഞതും കയറ്റിപ്പിടിച്ച മുഖത്തോടെ അവൻ അവിടെ അടങ്ങി നിന്നു. അങ്ങനെ അടങ്ങെൻ്റെ കടുവേ, ഇല്ലേ നല്ല മൂക്കുകയറി ഇടും ഞാൻ. കലിച്ചു വരുന്ന ദേഷ്യം പിടിച്ചു കെട്ടി അടങ്ങി നിൽക്കുന്നവനെ നോക്കി കളിയോടെ മനസ്സിൽ പറഞ്ഞു ശിവ. വധൂവരന്മാരുടെ മുന്നിലേക്ക് വന്നു നിൽക്കുമ്പോൾ സൗദാമിനിയുടെ ഉള്ളൊന്ന് വിറച്ചു. തന്നെ കണ്ട് വൈഫ് ദേഷ്യപ്പെടുമോ എന്ന പേടി ആയിരുന്നു അവനിൽ. എന്നാൽ ശിവയുടെ മുഖത്തേക്ക് നോക്കിയതും അവൾ ചിരിയോടെ ഒന്നുമില്ല എന്ന് കണ്ണടച്ച് കാണിച്ചതും അവരിലും ഒരു ധൈര്യം വന്നു. കൈ നന്നായി വലുതാക്കി വീശി അനിയെയും ചൈത്രയെയും മാത്രമല്ല അവർക്കൊപ്പം നിൽക്കുന്ന കൂടെ ശിവയെയും വൈഭവിനെയും ആരതി ഒഴിഞ്ഞു സൗദാമിനി മനസ്സ് നിറഞ്ഞു സന്തോഷത്തോടെ.